അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ ഞാൻ ആരോ ഞരങ്ങുന്ന പോലുള്ള ശബ്ദം കേട്ടിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച നന്ദൻ മീരയുടെ കഴുത്ത് ഞെരിക്കുന്നതാണ്. കൊല്ലൂടി മാഡം, ആ രംഗം കണ്ട് ഞാനൊന്ന് സ്തംഭിച്ചു പോയി. ആരോടും ഒന്നും പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല. അപ്പോ നന്ദനാണ് മീരയെ കൊന്നത്? ആ അതെ, ഞാൻ പോലീസിനോട് മൊഴിയിൽ പറഞ്ഞ പോലെ നന്ദന മീരയെ കൊന്നത്. ഞാൻ ഏത് കോടതിയിൽ വേണമെങ്കിലും പറയാം. എന്താ നിങ്ങൾ കാണിക്കുന്നേ? മിണ്ടരുത്. എടാ പ്രകാശ് മോനെ, നീ എന്താണ് ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത്? കേരള പോലീസ് എന്ന് വെച്ചാ കാക്കി ഉടുപ്പിട്ട് തെക്കും വടക്കും ഷോയ്ക്ക് നടക്കുന്നവരാണെന്നോ? ആണോ? നീ പറഞ്ഞ രഹസ്യമൊഴിയെല്ലാം വിശ്വസിച്ച് നിന്നെ അങ്ങ് വെറുതെ വിട്ടുന്ന് നീ അങ്ങ് വിശ്വസിച്ചു അല്ലേ? ബലറാം സർ, നിങ്ങളുടെ മകൾ മീരയെ കൊന്നയാൾ ദാ നിൽക്കുന്നു. പ്രശസ്ത നടൻ പ്രകാശ് മേനോൻ. ഇല്ല, പച്ചക്കള്ളോ ഇത്. ചന്ദ്രോത്തുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കൊലപാതകം പ്രകാശിന് തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. ഞാനത് സമ്മതിക്കില്ല. നിങ്ങൾ സമ്മതിച്ച് തരണ്ട. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു മുഹൂർത്തം സൃഷ്ടിച്ചത്. നിരപരാധിയായ ദേവികയെ ഇനിയെങ്കിലും ചിലർ അംഗീകരിക്കട്ടെ എന്ന് കരുതിയാണ്. ദേവികയിലും നന്ദനിലും ഫോക്കസ് ചെയ്താണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. പ്രാഥമിക നിഗമനങ്ങളും സാക്ഷികളും സാഹചര്യ തെളിവുകളുമെല്ലാം അവരിലേക്ക് തന്നെയാണ് എത്തിച്ചത്. ഈ വീടിന്റെ ടെറസിൽ നിന്ന് കിട്ടിയ സിഗരറ്റിന്റെ ഒരു കുറ്റിയാണ് പ്രകാശിലേക്ക് അന്വേഷണം എത്തിച്ചത്. നന്ദനോ സിദ്ധാർത്ഥൻ സാറോ ബലരാമൻ സാറോ ഇവരാരും തന്നെ പുകവലിക്കുന്ന ശീലം ഉള്ളവരല്ലെന്ന അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ആ സിഗരറ്റിലെ ഫിംഗർ പ്രിന്റ് പ്രകാശിന്റെ വിരലടയാളവുമായി മാച്ച് ചെയ്യുന്നതായിരുന്നു. പ്രകാശ് മേനോൻ, നിന്റെ വിരലടയാളം ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് നിനക്കറിയാമോ? ഭക്തമീര. ഇതെന്താ സംഭവം ഒന്ന് നോക്കി പറയാമോ? അല്ല, അത് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കണം പ്രകാശ്. എന്നാലും ഒരു സിഗരറ്റ് കുറ്റി കണ്ടെത്തിയത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഉറപ്പിക്കാൻ സാധിക്കില്ലല്ലോ.
അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ സംശയിക്കുന്ന എല്ലാവരുടെയും ബാക്ക് ഹിസ്റ്ററി എടുത്തു തുടങ്ങിയിരുന്നു. നന്ദന്റെ റെക്കോർഡ് 100% പ്യൂർ ആയിരുന്നു. അന്വേഷണത്തിൽ ഒരിക്കലും ഒരു ക്രൈമോ മറ്റൊരു തരത്തിലുള്ള ബ്ലാക്ക് മാർക്സോ ഉണ്ടായിരുന്നില്ല. നന്ദൻ മീര റിലേഷൻഷിപ്പും ഞങ്ങൾ പരിശോധിച്ചതാണ്. അവർ പുറത്തു വെച്ച് അങ്ങനെ മീറ്റ് ചെയ്തതായോ മീരയോടൊപ്പം നന്ദൻ കഴിഞ്ഞതായോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ദേവികയുടെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പോയപ്പോ വെറുതെ പ്രകാശിന്റെ പഴയകാലം ഒന്ന് ചെകഞ്ഞപ്പോഴാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പ്രകാശിന് ഒരു കത്തിക്കുത്തേറ്റ കാര്യം മനസ്സിലായത്. ചുമ്മാ ഒരു അന്വേഷണം അതിന്റെ പുറകെ ഒന്ന് നടത്തി. സീരിയൽ സെറ്റുകളിൽ രഹസ്യമായ ഒരു അന്വേഷണം നടത്തി. അപ്പോഴല്ലേ വീരകഥകൾ ഓരോന്നോരോന്നായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. സാമ്പത്തിക തിരിമറി, ലഹരി ഉപയോഗം, പെൺവിഷയം, ഹോ കാമുകിമാരുടെ എണ്ണം എണ്ണിക്കൂട്ടിയെടുക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരും. ഞാൻ പ്രകാശിന്റെ കാമുകിമാരുടെ ലിസ്റ്റ് എല്ലാം ഒന്ന് പരിശോധിച്ചു. അവിടെ ഞങ്ങൾ പ്രകാശിന്റെ പ്രധാന കാമുകിയെ കണ്ടെത്തി. മീര. ഏയ് നോ. സത്യം ചെയ്യടി, എനിക്കൊരാളെ ഇഷ്ടം. എന്താ എന്താ നീ പറഞ്ഞേ? ആന്റി എന്നോട് ക്ഷമിക്കണം. ഞങ്ങളെ തമ്മി വളരെയേറെ അടുത്തുപോയി. വിശ്വസിക്കാൻ ഞങ്ങൾക്കും ആദ്യം പ്രയാസമായിരുന്നു. മീരയായിരുന്നു പ്രകാശിന്റെ പ്രധാന കാമുകി. അവർ ഒരുമിച്ച് പാർക്കിലും ബീച്ചിലും എല്ലാം പോയിട്ടുണ്ട്. ഒരുമിച്ച് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് ഒരു മുറിയിൽ ഉറങ്ങിയിട്ടുണ്ട്. ഇല്ല, അക്ഷരാർത്ഥത്തിൽ അവർ ഭാര്യയും ഭർത്താവും തന്നെയായിരുന്നു. താലി കെട്ടിയില്ലെന്ന് മാത്രം. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. മനഃപൂർവ്വം എന്റെ മകളെ അപമാനിക്കാനായിട്ട് ഇങ്ങനെ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കുക നിങ്ങള്. ജസ്റ്റ് എ മൊമെന്റ് സർ. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് കളവാണെന്ന് പറഞ്ഞാൽ ഈ തൊപ്പി ഞാൻ ഊരിവെക്കും. പ്രകാശ് മേനോന്റെ പള്ളയ്ക്ക് കത്തി കയറ്റിയതേ മറ്റാരുമല്ല, മീരയായിരുന്നു. അബദ്ധത്തിലാണെങ്കിലും മീരയുടെ കഴുത്തിൽ നന്ദന്റെ താലി വീണപ്പോ പ്രകാശ് മേനോൻ ആ തക്കത്തിൽ പുതിയ കാമുകിയെ കണ്ടെത്തി. അതറിഞ്ഞ പകയാൽ മീര പ്രകാശിനെ കുത്തുകയായിരുന്നു.
സംഭവത്തിന് സാക്ഷിയായ പ്രകാശിന്റെ കാമുകി മൊഴി തന്നിട്ടുണ്ട്. അതിൽ തുടർന്നാവണം വെയിൻ കട്ടിയത് മീര ആത്മഹത്യക്ക് ശ്രമിച്ചത്. എസ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിൽ വെച്ച് നന്ദൻ യാദൃശികമായി മീരയെ താലി കെട്ടാനുണ്ടായ സാഹചര്യം വിശദമാക്കിയിട്ടുണ്ട്. അവിടെ യഥാർത്ഥത്തിലുണ്ടായിരുന്നത് പ്രകാശും മീരയുമായിരുന്നു. ഐ ലവ് യു. എനിക്ക് നീന്ന് വെച്ചാ പ്രാന്ത. ബലരാമൻ സാറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഭക്തമീര എന്ന സ്ക്രിപ്റ്റിന്റെ കോപ്പി പ്രകാശ് മീരയ്ക്ക് നൽകിയതായിരുന്നു. മീരയെ നന്ദനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രജനെ വിവാഹം കഴിക്കാൻ പോകുന്ന ഗിരിയിലൂടെ പ്രകാശ് മീരയെ വീണ്ടും കണ്ടുമുട്ടുന്നത്. ബാക്കി നടന്നത് കഥയിലെ നായകൻ അല്ല, വില്ലൻ പറയും. പറടാ. സത്യമാണ് മാഡം പറഞ്ഞു നോക്ക്. പിടിച്ചു മാറ്റോ. പിടിച്ചു മാറ്റ്. പറഞ്ഞു പ്രകാശ്, എല്ലാം പറഞ്ഞിട്ടേ നീ ഇന്ന് ഇവിടെ നിന്ന് പോകൂ. മീര നന്ദനെ വിവാഹം കഴിക്കാൻ പോകുന്ന പറഞ്ഞ് എനിക്ക് വൈരാഗ്യം കൂടി. സന്ദർഭം ഉണ്ടാക്കി ഞാൻ അവളെ കാണാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങി. എന്റെ നെഞ്ചിൽ നീ കത്തി കുത്തി ഇറക്കിയില്ലേ, അതിന് നിന്റെ ജീവിതം കൊണ്ട് ഞാൻ മറുപടി പറയിക്കും. എന്റെ കരിയർ നീ കാരണം നശിച്ചു. പകരമേ നിന്റെ കുടുംബജീവിതം ഞാൻ നശിപ്പിക്കും. എന്റെ പകയുടെ ആഴം നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അവള് കൈവിട്ട് പോകുന്നതിന്റെ പകയും. എന്നാ ഒരു പെണ്ണിന്റെ പക എത്രയാണെന്ന് നിനക്കറിയോ? ഇത് നീ ഒന്ന് കണ്ടേ. പക്ഷേ അവളെല്ലാം തുറന്നു പറയുന്നു പറഞ്ഞപ്പോ ഞാനാകെ പേടിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, അവളുടെ മുന്നിൽ നല്ലവനാവണമെന്ന്. അവളുടെ രഹസ്യങ്ങൾ അടങ്ങിയ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ അവൾക്ക് തിരികെ നൽകി. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. നീ നന്ദനോടൊപ്പം സുഖമായിട്ട് ജീവിക്കുക. എൻ്റെ എല്ലാ ആശംസകളും. ഞാനും. ബൈ.
മീരെ കൊന്നുകളയാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ യാദൃശ്യമായിട്ട് സിദ്ധാർത്ഥൻ സാറിന്റെയും പ്രഭാവതി മാഡത്തിന്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് വരേണ്ടി വന്നു. അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു മീരയോടുള്ള പക. മോളെ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ഞാനിവിടെ എത്തിയപ്പോ അവളെ കണ്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടതാ. അവള് തന്നെ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു. ഞാൻ പ്രകാശിനെ ഒരു ചുമതല ഏൽപ്പിക്കാം. പറ്റില്ല എന്ന് പറയരുത്. എന്താ? പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇവിടെ നടക്കുന്ന ഫംഗ്ഷനിൽ ആങ്കർ ആവണമെന്ന്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആക്ടർ പ്രകാശ് മേനോനെ ഞാനൊരു ചുമതല ഏൽപ്പിക്കാം. ഇന്നത്തെ ഈ ടോട്ടൽ ഫംഗ്ഷൻ നിയന്ത്രിക്കുന്നത് പ്രകാശ് മേനോനായിരിക്കും. ആ ഫംഗ്ഷനിൽ ഞാൻ അവളുടെയും നന്ദന്റെയും പേര് പറയണം. അവര് വിവാഹം കഴിക്കുമെന്ന്. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് നേരം ഞാൻ കാത്തിരുന്നു. മീര തന്നെ എന്നെ ആങ്കറിങ്ങിനെ ഏൽപ്പിച്ചു. അവളുടെ വിവാഹം ഞാൻ അനൗൺസ് ചെയ്യേണ്ട അവസ്ഥ. ഇവന്റ് ഞാൻ നന്ദനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വാഷ്റൂമിൽ പോയി. ഞാൻ ആകെ അപ്സെറ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ ടെറസിലേക്ക് പോയി. അവിടെ വെച്ച്
നന്ദ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.